Hey everyone, welcome back to my YouTube channel and welcome to a day in my life vlog. അപ്പോൾ ആസ് യൂഷ്വൽ രാവിലെ നീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഒരു റൗണ്ട് ഉറക്കം കൂടെയാണ് കേട്ടോ അപ്പോൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീച്ചപാട് ഒന്ന് കർട്ടനൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കും. ഇതിപ്പോൾ എന്നുള്ള പരിപാടി ഒന്നുമല്ല, ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കല്ലേ, അപ്പോൾ ആ ഒരു മെനയിലൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു നല്ല തുടക്കം തന്നെ ആവട്ടെ. പിന്നുള്ളൊരു മെയിൻ പരിപാടിയാണ് ആലോചന. ഈ ലൈഫ് ലോങ് ചെയ്ത കാര്യങ്ങളൊക്കെ കുറിച്ച് ആലോചിച്ച് റിഗ്രറ്റ് അടിച്ചിരിക്കലാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു ഫേവറേറ്റ് സ്ഥലമാണ് കേട്ടോ ഈ ഒരു സോഫൻ്റെ കോർണർ. അവിടെ നിന്നിട്ട് ഫോൺ കളിക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിനും ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ രാവിലത്തെ ഒരു റൗണ്ട് ഫോൺ നോക്കലും കഥ പറച്ചിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കണമല്ലോ. അങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു പുതിയൊരു ഹാബിറ്റാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാനൊരു 2 പ്രാവശ്യമൊക്കെ ഫിനിഷ് ആക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യലുണ്ട്. ഈ ഫോൺ നോക്കൽ കലാപരിപാടി ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അതിനുശേഷം മാത്രമാണ് നമ്മളെ പ്രാഥമിക കാര്യങ്ങൾ വരെ ചെയ്യൽ. ബാത്റൂമിൽ പോവുക, ഫ്രഷ് ആവുക, ഫുഡ് കഴിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്കൻഡാണ്. പ്രൈമറി ആയിട്ടുള്ള കാര്യം ഫോൺ നോക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കിടന്നിട്ടും ഇരുന്നിട്ടും മറിഞ്ഞിട്ടും ഒക്കെ നമുക്ക് തന്ന ആ ഒരു ടാസ്ക് നമ്മൾ ഫിനിഷ് ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കലും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്, ക്ലീനിങ്. അപ്പോൾ ബെഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഞാൻ എന്നും നല്ല അച്ചടക്കത്തോടെ ഇങ്ങനെയൊക്കെ നീച്ച് പണിയെടുക്കുന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ഇന്നലെ രാത്രി തന്നെ കിടക്കണതിൻ്റെ മുന്നേ ഉമ്മാനോടൊക്കെ പറഞ്ഞ് സെറ്റാക്കിയതാണ്. നാളെ ഞാൻ വീഡിയോ എടുക്കും, അതുകൊണ്ട് പണികളൊന്നും ചെയ്യേണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ വീഡിയോയിൽ ഇടാൻ കണ്ടൻ്റായിട്ടൊന്നുമില്ല, കാരണം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടാവലില്ല. എല്ലാവരും പണിയെടുക്കുമ്പോൾ പാട്ടിടാനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാണല്ലോ ചെയ്യൽ, അതായത് പാട്ട് കേട്ട് പണിയെടുക്കുക അങ്ങനെയാണല്ലോ. പക്ഷെ എൻ്റെ വീട്ടിൽ നേരെ ഡിഫറെൻറ്റാണ്. ഞാനൊരു റൗണ്ട് ചീത്തൊക്കെ കേട്ട് ഈ പണിയെടുക്കുമ്പോഴും ഉമ്മ ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട് ഇങ്ങനെ ചീത്ത അറിയുന്നുണ്ട്. കാരണം രാവിലെ 9 മണിക്ക് നീക്കാമെന്ന് പറഞ്ഞതാണ് ഞാൻ. സമയം 9 മണി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് 10:30ക്കാണ് ഞാൻ നീറ്റിട്ടുള്ളത്. അപ്പം ഉമ്മാൻ്റെ പണികളൊക്കെ അവിടെ ഇങ്ങനെ ബാലൻസായിട്ട് കിടക്കുകയാണ്. എൻ്റെ മമ്മിക്ക് പിന്നെ തീരെ ഒരു ഒസ്വാസം ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് ടൈമിൽ പണി തീരണം, അങ്ങനത്തെ കുറച്ച് കർശനമായിട്ടുള്ള നിബന്ധനകളുണ്ട്. ഇടയ്ക്ക് നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വരും, പക്ഷെ സാരമില്ല, ഒന്നല്ലേ ഉള്ളൂ. ഒന്നാണെങ്കിലും ഒലക്കറ്റ് അടിക്കണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മളോട് ഒലക്കില്ലാത്തതുകൊണ്ട് നമുക്കതും പോസിബിൾ അല്ല. അപ്പോൾ സമയങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് മമ്മീൻ്റെ റൂമൊക്കെ മമ്മി ക്ലീൻ ചെയ്തെടുക്കണേ, എൻ്റെ റൂം ഞാൻ ക്ലീൻ ചെയ്യരുതെന്നും അതും ഞാൻ കർശനമായിട്ട് പറഞ്ഞൊരു സംഗതിയായിരുന്നു. ആ ഒരു സോഫ്റ്റ് ടോയ് എനിക്ക് എൻ്റെ 17th ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഉറങ്ങുമ്പോൾ അതിനെ കെട്ടിപ്പിടിച്ചിട്ട് അതിൻ്റെ ശവം വരെ പുറത്തേക്ക് വന്നിക്കണ്. ബട്ട് ഇറ്റ്സ് ഓക്കെ, അതിന് ജീവനില്ലല്ലോ, അതുകൊണ്ട് എനിക്കതിനെന്തും ചെയ്യാം, അതിനെ തിരിച്ചൊന്നും ചെയ്യൂലല്ലോ. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഡ്യൂട്ടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ മെയിൻ പരാതിയാണ് അടിച്ചു വരുമ്പോൾ ഞാൻ ജനൽമത്തെ പൊടിയൊന്നും തട്ടണില്ല എന്നുള്ളത്. അപ്പോൾ ഇന്നത് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കല്ലേ, നാളെ ആൾ കണ്ടോട്ടെ. അപ്പോൾ അടുത്ത മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സോഫൊക്കെ നന്നാക്കലാണ്. ഇനിയാണ് നമ്മളെ മെയിൻ പരിപാടി, തുടക്കൽ. ഇത് എത്ര തുടച്ചാലും മറ്റേ പരസ്യത്തിൽ കാണുന്ന അബ്ബാസില്ലേ, ബാത്റൂമിൽ വന്നിട്ട് ഇങ്ങനെ ടൈൽസ് ഇങ്ങനെ തോണ്ടിയിട്ട് മറ്റേ ചളി കാണിച്ചു തരുന്നത്, അതിൽ നിന്ന് കണ്ട് ഒബ്സസ്ഡ് ആയതാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ തുടച്ച് കഴിഞ്ഞാൽ മമ്മി വന്നിട്ട് ഇങ്ങനെ തൊട്ട് വെക്കും പൊടി ഉണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ അത്രയും സൂക്ഷിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അങ്ങനെ ഇന്നത്തെ ഡ്യൂട്ടി നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് ആവശ്യങ്ങൾക്കായിട്ട്. എപ്പോഴും പോണേമാര് നമ്മളെ മയിൽവാനത്തിൽ തന്നെയാണ് പോണത്. അപ്പോൾ എപ്പോഴും പോണേമാര് നമ്മളെ ഫാമിലിക്ക് തന്നെയാണ് പോയിക്കണത്. അവിടെ എന്താ അപ്പോൾ ഇത്ര വലുത് എന്നുള്ള നമുക്ക് അറിയണമല്ല. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും എൻ്റെ ഫാമിലി എന്ത് സാധനം എടുക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഫാമിലിക്കേ പോക്കുള്ളൂ. ഷർട്ട് എടുക്കാനുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ ഇവിടേക്ക് വന്നിക്കണത്. അപ്പോൾ വന്നപ്പോൾ അതാ എൻ്റെ അതേപോലത്തെ 10 കളർ ചേഞ്ച് ഉള്ളൊരു ഷർട്ട്. അങ്ങനെ നമ്മൾ ഷർട്ട് സെലക്ട് ചെയ്യാൻ പോയി. ഈ ചെക്കന്മാർക്ക് ഷർട്ട് സെലക്ട് ചെയ്യണത് എന്തൊരു പരിപാടിയാണ്. എനിക്ക് പറ്റുന്ന ഷർട്ട് ഉമ്മാക്ക് പറ്റൂല, ഉമ്മാക്ക് പറ്റുന്ന ഷർട്ട് എനിക്ക് പറ്റൂല. അങ്ങനെ എനിക്ക് ലാസ്റ്റ് ഒരു ഷർട്ട് പറ്റി, അതാണെങ്കിലോ ഉമ്മാക്ക് പറ്റിയില്ല. ആസ് യൂഷ്വൽ ഉമ്മാക്ക് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഷർട്ട് കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല, എങ്ങാനും പറ്റിയാലോ. ലാസ്റ്റ് ഉമ്മാക്ക് ഇഷ്ടപ്പെട്ടത് ആ വൈറ്റും ബ്ലാക്കും കളറിൽ വരുന്ന ആ ഒരു ഡ്രസ്സാണ്. ബില്ലടിക്കാൻ പോകുമ്പോഴാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കണ്ണി പെടുന്നത്. എൻ്റെ വൈബിന് പറ്റിയ ഡ്രസ്സ് ഇതാകുമ്പോൾ കാറ്റോട്ടം പലയിടത്തുനിന്നും കിട്ടുമായി. അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട ഷർട്ടിന് ബായ് കൊടുത്തിട്ട് നമ്മൾ പോയി. അങ്ങനെ പിന്നെ ചെരുപ്പും ബാഗൊക്കെ നോക്കിയിട്ട് നമ്മൾ ഫാമിലിയിൽ നിന്ന് ഇറങ്ങി.
ഇനി നമ്മളെ ഉദ്ദേശം കുറച്ച് ടോയ്സ് മേടിക്കാനാണ്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് കാർ നോക്കി അതിൻ്റെ ബാറ്ററിക്ക് പ്രശ്നമായതുകൊണ്ട് നമ്മൾ അതെടുത്തില്ല. അപ്പോൾ അവരിതാ പറയുന്നത് വന്ദേ ഭാരത് ഉണ്ടാവില്ല, നേരിട്ട് എന്തായാലും വന്ദേ ഭാരത് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ടോയ് എങ്കിൽ ടോയ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ വന്ദേ ഭാരതൊക്കെ കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങൾ മേടിക്കാനായിട്ട് നമ്മൾ ഫ്രഷ് ഡേക്ക് കയറി. അനവധി വണ്ടി നമ്മൾ റോട്ടുമ്മ കൂടെ ഓടിച്ചിരിക്കണം. പക്ഷേ ഈ ഒരു വണ്ടി എങ്ങനെ ഓടിക്കേണ്ടി എന്നുള്ളത് അറിയില്ല. ആരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി, ടയറിനാണോ അതോ വണ്ടിനാണോ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി എന്നുള്ളത് അമ്മക്കറിയില്ല. ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും, അങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് വരും, അങ്ങനത്തെ ഒരു ഐറ്റം. ഞാനൊക്കെ ഇങ്ങനത്തെ കടയിലേക്ക് വന്നാൽ ആവശ്യത്തിനേക്കാളും കൂടുതൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിടാൻ ശ്രമിക്കൽ. അതിലൊന്നാണ് ഇത്. പക്ഷെ നമ്മൾ ഇപ്രാവശ്യം നല്ല കുട്ടിയായിട്ട് നമ്മളിതൊന്നും എടുത്തില്ല. ലേസ് വാങ്ങി തരാത്തതിൽ നമുക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. എന്തിനാ വെറുതെ നമ്മളെ ബോഡിയിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ നമ്മളിങ്ങനെ തിന്നണം. അപ്പോൾ അങ്ങനെ ലാലാലാല പാടി പോകുമ്പോഴാണ് മമ്മി ഒരു ബ്രെഡിൻ്റെ പാക്കറ്റ് എറിഞ്ഞന്നാണ്ട് പോണത്. എന്ത് ലാവിഷായിട്ടല്ലേ എറിഞ്ഞിരുന്നത്. ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കണ്ടേ. എത്രയൊക്കെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ടും കാര്യമില്ല. ഇതൊക്കെ നമ്മൾ ഒരു ദിവസം കൊണ്ട് തിന്നിർക്കും. അതുകൊണ്ട് തന്നെ മമ്മിക്ക് എക്സ്പയറി ഡേറ്റ് നോക്കി സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ബില്ല് ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല രീതിയിൽ മഴ കൊണ്ടിട്ടാട്ടെ നമ്മൾ വീട്ടിലെത്തിയത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമ്മളെ ഫോണിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് പഠിക്കാനിരിക്കുകയാണെന്നുണ്ടെങ്കിലും എഴുതണമെങ്കിലും ഒക്കെ നമ്മളെ ഫോണിൻ്റെ ആവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോൺ ഓൺ ആക്കുമ്പോഴോ അതിലാരെങ്കിലുമൊക്കെ പുതിയ വ്ളോഗ് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. അപ്പം എന്താ സ്വാഭാവികമായിട്ടും നമ്മളതിരുന്ന് കാണും. കണ്ട് കണ്ട് പഠിക്കാനുള്ള കാര്യം തന്നെ മറന്നിട്ട് എത്രയോ ദിവസം ഇങ്ങനെ തന്നെ സ്കിപ്പായി പോയിക്കണേ. പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആലോചിക്കുക അതോ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ ഫോൺ എടുത്തിരുന്നത് എന്നുള്ളത്. ആദ്യമായിട്ട് സ്കൂൾക്ക് പോയ മക്കൾ ബുക്ക് കണ്ടേമാതിരിയാണ് എൻ്റെ അവസ്ഥ. എന്താണ്, എവിടുന്നാണ്, ഏതൊക്കെ ചാപ്റ്ററാണുള്ളത്, അങ്ങനെ ഒരു ഐഡിയ നമുക്ക് ഈ ബുക്കിനെയും പഠിപ്പിനെയൊന്നും കുറിച്ചിട്ടുണ്ടാവില്ല. ഏത് ബുക്കാണ് ഞാൻ ഈ നോക്കണമെന്നുള്ളൊരു കൺഫ്യൂഷനാണ് ഇപ്പോൾ ഇവിടെ കണ്ടത്. അത്രയും ഭയങ്കര മോശമാണ് നമ്മളെ പഠിപ്പിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ. ഫൈനലി നമ്മൾ കണ്ടുപിടിച്ചിട്ട് അപ്പോൾ ടേബിളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പഠിക്കാൻ വിചാരിച്ച്. എൻ്റെ ഒരു പ്രത്യേകതയാണ് എനിക്ക് പഠിക്കുമ്പോൾ നിറയെ ബുക്ക് ചുറ്റും വേണം, എന്നാലേ എനിക്ക് പഠിക്കാനുള്ളൊരു മൂഡൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഫുൾ പരത്തിയിട്ടിട്ട് വേണം എനിക്ക് പഠിക്കാനായിട്ട്. ഇപ്പം ഞാൻ ഈ പഠിക്കുന്ന സബ്ജക്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കിയിട്ടൊന്നും പോയിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. അതായത് കാണാപാഠം പഠിച്ചിട്ടുമാണ് നമ്മൾ എക്സാം എഴുതാനായിട്ട്. എൻ്റെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാപാഠം പഠിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് എത്രത്തോളം മനസ്സിലാക്കി പഠിക്കാൻ പറ്റും അവിടെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റിലൊക്കെയാണ് എനിക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റല്. പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിട്ടാണ് എപ്പോഴും ഞാൻ ഈ സബ്ജക്റ്റ് പഠിച്ചെടുക്കൽ. പക്ഷെ എനിക്കിഷ്ടമാണ് ഓരോ സംഭവങ്ങളും ഇതിൽ പഠിക്കാനൊക്കെ ആയിട്ട് എനിക്കിഷ്ടമാണ്. പക്ഷെ ഓരോ ടേംസും കാര്യങ്ങളൊന്നും നമ്മളെ വായിൽ കിട്ടൂല. അത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. എൻ്റെ ഒരു അവസ്ഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരിക്കലും ഈ ഒരു കോഴ്സിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടൊന്നും വന്നതല്ല. എങ്ങനെയോ അങ്ങോട്ട് വന്നെത്തിയതാണ്. അപ്പോൾ എൻ്റെ മെയിൻ പ്രശ്നമാണ്, അതായത് ഞാൻ ഇഷ്ടപ്പെട്ട കോഴ്സൊന്നുമല്ല ഇത്. അപ്പോൾ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പഠിക്കണത്. എന്തായാലും നമ്മളൊരു കോഴ്സ് എടുത്ത് അപ്പോൾ അതൊരു പകുതി വഴിയിലിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് ഞാൻ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കുകയാണ്. പക്ഷെ ഇൻഷാ അല്ലാഹ് എനിക്കിതിനോട് പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ആവും ഇനി ഫ്യൂച്ചറായിട്ട് ഞാൻ PG ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിലൊക്കെ തന്നെ ആവും ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നോർമലി സെയിം സബ്ജക്റ്റിൽ തന്നെ അങ്ങനെ കൂടുതൽ നേരം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാനൊന്നും പറ്റൂല. എനിക്ക് ഒരു 1-2 മണിക്കൂറൊക്കെ ഞാനൊരു സബ്ജക്റ്റിൽ തന്നെ പിടിച്ച് നിൽക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. എനിക്ക് ചടച്ചും മടുത്തും ഒക്കെ തുടങ്ങും. അപ്പോൾ ഞാനിങ്ങനെ നോർമലി ഇങ്ങനെ ഓരോരോ സബ്ജക്റ്റ് ഇങ്ങനെ മാറി 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 ഓരോ ടോപ്പിക് പഠിക്കുമ്പോൾ അടുത്ത സബ്ജക്റ്റ് പോകും. അങ്ങനെയാണ് യൂഷ്വലി ഞാൻ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യ രീതിയിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതായത് റെക്കോർഡ് എഴുതാനുണ്ട്, റഫ് റെക്കോർഡ് എഴുതാനുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. കുറേ ദിവസം ഉണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ, പക്ഷെ വെറുതെ വേസ്റ്റ് ചെയ്ത്. അപ്പം ഇനിയും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് ദിവസം ഇല്ല എന്നുള്ള ബോധം ഇന്നാണ് നമുക്ക് വന്നത്. പഠിക്കലൊക്കെ ഒരു സൈഡിൽ ഒതുക്കിയിട്ട് നമ്മൾ റെക്കോർഡ് എഴുതാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടോ. കാരണം അതും അത്യാവശ്യം കുറേ കംപ്ലീറ്റ് ആക്കാനുണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് ഓവറാക്കാനുള്ള സംഭവമൊന്നുമല്ല. കുറേ കാലം മുന്നേ നമ്മളോട് ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ പിന്നാലെ നടന്ന് പറയുന്നുണ്ട് എഴുതിക്കോളിന്ന്. പക്ഷെ നമ്മളെ മൂടൊന്നിനും സമ്മതിക്കില്ലല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ലാസ്റ്റ് നിമിഷം വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നത്. ഇത്രയൊന്നും ഓടി ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യമില്ലായിരുന്നു.
പഠിത്തം എഴുത്തും മാത്രമൊന്നുമില്ല കേട്ടോ, ഇതിൻ്റെ ഇടയിൽ ഫിലിം കാണുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നുണ്ട്, ചോക്ലേറ്റ് കഴിക്കുന്നുണ്ട്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നടക്കും. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ റെക്കോർഡ് എഴുതി കഴിയാനൊന്നായിട്ടില്ല, സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ ഉള്ളൂ. പക്ഷെ കുറേയൊക്കെ നമ്മൾ എഴുതി കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ സമയം 2:12. അപ്പോൾ ഇനി വീഡിയോ അധികം ലാഗ് ആക്കണില്ല, വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. അപ്പോൾ എഴുതാനുള്ളതൊക്കെ എന്താ കുറേ അധികം എഴുതി കഴിഞ്ഞിട്ടാണ്, കുറേയൊക്കെ എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇഫ് യു ലൈക്ക് മൈ വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ഓക്കെ, ബൈ.